ശ്ലോകം 4. കാനനാന്തമിതവാൻ ഭവാനവി, ഭഗവാൻ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി. ഇവരെല്ലാവരും തൻ്റെ ഭക്തന്മാരാണ്, അറിയാം ഭഗവാൻ. കാനനത്തിൻ്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞു. കാനനാന്തം, കാട്ടിൻ്റെ ഉള്ളിലെത്തി. ഇതവാൻ, അവിടെ ഒരു സ്ഥലം, നല്ല സ്ഥലം കണ്ടുപിടിച്ചു. അവിടേക്ക് എത്തിയ ഭഗവാൻ സ്നിഗ്ധപാദവതലേ മനോരമേ, നല്ല മിനുസമുള്ളതായ മണ്ണ്, അതാണ് മിനുസമുള്ളതായ മണ്ണുള്ള പാദപത്തിൻ്റെ അടിയിൽ. പാദപം വൃക്ഷം, പാദം കൊണ്ട് പാനം ചെയ്യുക, അതാണ് പാദപം. വൃക്ഷങ്ങളുടെ ആ ചുവട്ടിൽ അത് നല്ല വൃക്ഷം നോക്കിയെടുക്കും. അവിടെ നല്ല മണലുണ്ടാവും. മനോരമേ, മനസ്സിന് എന്തെന്നില്ലാത്തതായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ സ്ഥാനത്ത് ഭഗവാൻ വ്യത്യയാകലിത പാദമാസ്ഥിത, ആ പാദത്തിനെ പിണച്ചു വയ്ക്കുകയാണ്. വ്യത്യയ ആകലിതം, ആകലിതം ധരിക്കപ്പെട്ട, വ്യത്യയം വ്യത്യസ്തമായി, വ്യത്യാസം കൊണ്ട്, വ്യത്യാസത്തോടെ ധരിച്ചത്. അതായത് നമ്മുടെ ഇടത്തുകാല് വലത്തുകാല്, അതിൽ വലത്തുകാലിനെ എടുത്ത് ഇടതുകാലിൻ്റെ അപ്പുറത്ത് വയ്ക്കണം. അതാണ് പിണച്ച് വയ്ക്കുക എന്ന് പറയുന്നത്. അതാണ് വ്യത്യയ ആകലിതം. ആ പാദങ്ങൾ പിണച്ചു വെച്ച് വലത്തേ കാലിനെ എടുത്ത് ഇടത്തേ കാലിൻ്റെ അപ്പുറത്ത് വെച്ച് പ്രത്യപൂരയത വേണുനാളികാം, ആ ഓടക്കോയിലെടുത്ത് അതിൻ്റെ രന്ധ്രങ്ങളിൽ തൻ്റെ കൈകളെങ്ങനെ ഓട്ടിക്കുക, അതിമനോഹരമായിട്ട് ആ ഗാനം പുറപ്പെടുവിക്കുക. പ്രത്യപൂരയത, ഇത് ദിവസേന ഭഗവാൻ ചെയ്യുന്നു. ഇതിനു വേണ്ടി ഭഗവാൻ അറിയാം, ഈ ഗോപികൾ ദിവസേന ആ സമയത്ത് അവർ രാവിലത്തെ പണി കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഗൃഹത്തിൽ ഒന്നിച്ചു കൂടി തന്നെക്കുറിച്ച് പറയുന്നുണ്ടാവാം, തൻ്റെ ലീലകളെക്കുറിച്ച് പറയുന്നുണ്ടാവാം. അപ്പോൾ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ആ വിധത്തിൽ ഓടക്കുഴൽ ഭഗവാൻ വായിക്കുക പതിവുണ്ട്. ഈ കാൽ പിണച്ചു വയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്മയാമിഷനിലെ ആചാര്യൻ തേജോമയാൻജി അദ്ദേഹം പറയും. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ കാല് പിണച്ചു വയ്ക്കുന്നത്? സീതാഹേത്തോ സീത, ടേഡാഹേത്തോ ടേഡ. ഹിന്ദിയാണ്. സീതാഹേത്തോ സീത, ടേഡാഹേത്തോ ടേഡ. സീത ശരിയായ നല്ല മാർഗത്തിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നല്ല മാർഗത്തിൽ നിൽക്കും. അതാണ് വലത്തേക്കാല്, അല്ല ഇടത്തേക്കാല്. ഇടത്തേക്കാല് നേരെ നിൽക്കണം. അല്ല, നിങ്ങൾ വളഞ്ഞ വഴിക്ക് വന്നാൽ ഞാനും വളഞ്ഞ പോലെ കാണിക്കും. അതാണ് മറ്റേക്കാല്, വലത്തേക്കാല് ഇടത്തേക്കാലിൻ്റെ അപ്പുറത്ത് വെച്ചിരിക്കുന്നത്. സീത നേരെ, ടേഡ വളഞ്ഞ്. സീത നല്ല കർമ്മം ചെയ്യുന്നവർ, ടേഡ കുറ്റകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ, തെറ്റായ കർമ്മങ്ങൾ ചെയ്യുന്നവർ, അന്യരെ ഉപദ്രവിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവർ. അദ്ദേഹം ഗീതയിൽ എപ്പോഴും പറയാറുള്ളതാണിത്. ശ്ലോകം 5. മാരബാണധുതഖേജരീകുലം. മാരൻ കാമദേവൻ, കാമദേവൻ്റെ ബാണം, മോഹിപ്പിക്കാനുള്ള ബാണം, 5 പുഷ്പങ്ങളുള്ളതായ ബാണം. അത് പ്രയോഗിക്കുന്നു. മാരബാണധുത ഖേജരീകുലം. അപ്പോൾ കാമദേവൻ ഈ ഖേജരികൾ ആകാശത്തിൽ ചരിക്കുന്നവർ, ആകാശത്തിൽ സഞ്ചരിക്കുന്ന
ദേവവൃന്ദം, ദേവന്മാർ തന്നെയാണ് അവരും. വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, അവരൊക്കെ നല്ലോണം പാട്ടുപാടുന്നവരാണ്, നല്ല സുമുഖന്മാരാണ്. അവരുടെ ഭാര്യമാർ, അവരെ ആർക്കും കാണാൻ സാധിക്കില്ല. സൂക്ഷ്മ ശരീരികളായിട്ട് അവരാകാശത്ത് നിന്ന് ഭഗവാനെ നോക്കും. മാരബാണധുതഖേജരീകുലം, ആ കാമദേവൻ്റെ ബാണത്താൽ ധുതമായ ചലിപ്പിക്കപ്പെട്ട മനസ്സ്. ഈ ഉണ്ണിയെ ഒന്ന് ആലിംഗനം ചെയ്യണം എന്നുള്ളതാ ചിന്ത അവരുടെ മനസ്സിൽ. മനുഷ്യർക്ക് മാത്രമല്ല, ദേവലോകത്തിൽ ഉള്ള ആൾക്കാർക്കും ഇതേപോലെ തന്നെ ആ ഭഗവാനെ എന്തെന്നില്ലാതെ ഇഷ്ടമാണ്. ആ ഭഗവാനെ ആലിംഗനം ചെയ്യുന്നുള്ള ആഗ്രഹം. മനുഷ്യർക്കും ദേവന്മാർക്കും മാത്രമല്ല, നിർവികാര പശുപക്ഷി മണ്ഡലം, പശു മൃഗങ്ങൾ, ഏതൊക്കെ മൃഗങ്ങൾ കാട്ടിലുണ്ടോ അവർ ഭഗവാനെ നോക്കിക്കൊണ്ട് നിൽക്കും. നിർവികാരം, ഒരു വികാരമില്ലാതെ, ആ തലയെ അനങ്ങാതെ കണ്ട് ആ ഭഗവാന്റെ ശരീരത്തിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. പശു, എല്ലാ മൃഗങ്ങൾ, പക്ഷികളും അതുപോലെ തന്നെ അവരാ വൃക്ഷങ്ങളിൽ ഇരുന്ന് ഈ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദ്രാവണം ചതുർഷതാം, ദൃഷതാം കല്ലുകൾ, ആ കല്ലുകൾ ദ്രാവണം അലിയുന്ന വിധത്തിൽ ഹേ പ്രഭോ താവകം വ്യജനി വേണുകൂജിതം, അങ്ങ് ആ ഓടക്കുഴലിൽ മനോഹരമായ നാദത്തിനെ പുറപ്പെടുവിച്ചു. അപ്പോൾ എല്ലാവരെയും അടുത്തുപോയി അനുഗ്രഹിക്കുന്നതിന് പകരം ഭഗവാൻ തന്നെ തൻ്റെ വേണുനാദത്തിലൂടെ എല്ലാവരെയും അനുഗ്രഹിച്ചു. മനുഷ്യന്മാരെ, മനുഷ്യ സ്ത്രീകളെ, ദേവസ്ത്രീകളെ, അതുപോലെ പശുക്കളെയും പക്ഷികളെയും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ നല്ല കാര്യങ്ങളിലേക്ക് എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതാണ് വേണുകൂജിതം. ആ ഓടക്കുഴൽ ഭഗവാൻ തന്നെ ഉള്ളിലിരുന്ന് പറയും, ഇതാണ് ഇത് ചെയ്യേ, ഇത് ചെയ്യേ. പക്ഷേ നമ്മുടെ ആഗ്രഹം വേറെയാണ്. അപ്പോൾ നമ്മൾ അതിനെ മാറ്റുന്നു, പാടില്ല. ആ ഭഗവാൻ എന്ത് പ്രേരിപ്പിച്ചുവോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി കല്ലുകളെപ്പോലും ദ്രവിപ്പിക്കുന്ന ദ്രാവണഞ്ച ദൃഷതാമപി ഭഗവാൻ വേണുവിൽ നിന്ന് ശബ്ദമുണ്ടാക്കി, വേണുവിൽ വായിക്കുകയുണ്ടായി. വേണുകൂച്ചിതം. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും മനുഷ്യരെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും ജനിച്ചു, ഇനി മരിക്കുന്നു. ഏതൊരു കാലം വരെ വാസനയുണ്ടോ ആ കാലം വരെ വീണ്ടും ജനിച്ചും മരിക്കും, സംശയമില്ല. അതിൻ്റെ ഒരു അവസാനം വേണ്ടേ? ആ അവസാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ വിധത്തിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. തൻ്റെ മനോഹര നാദത്തിലൂടെ, ഉള്ളിൽ വരുന്നതായ പ്രേരണകളിലൂടെ ഈ ഭക്തന്മാരെ എല്ലാവരും ഭഗവാനെ പ്രാപിക്കാനാണ് ശ്രമിക്കുന്ന. ഓർമ്മ വേണം. എങ്ങനെയത് അറിയണത്? ആനന്ദത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ആണ്. ഭഗവാൻ ആനന്ദസ്വരൂപനാണ്. അപ്പോൾ എല്ലാവരും ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ആ വിധത്തിൽ ഓടക്കുഴൽ വിളിച്ച് അവരുടെ മനസ്സിനെ ശാന്തമാക്കുകയാണ്. എല്ലാവരുടെ മനസ്സിനെയും ശാന്തമാക്കുന്നു.